ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കൊല്ലം LDC എക്സാമിനേഷൻ്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 71ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? അപ്പോൾ ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏതൊരു ബഹുഭുജത്തിൻ്റെയും ബാഹ്യ കോണുകളുടെ, അതായത് പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രി ആയിരിക്കും ബാഹ്യ കോണുകളുടെ തുക. ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ബഹുഭുജത്തിന് n വശങ്ങൾ ഉണ്ടെങ്കിൽ, അതിലെ ആന്തര കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാഹ്യകോണുകളുടെ തുകയും ആന്തരകോണുകളുടെ തുകയൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാഹ്യകോണുകളുടെ തുക 360, n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 × 180. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് അതിൻ്റെ ആന്തരകോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. അതായത് 360 എന്ന് പറയുന്നത് ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് ഏതാണ്? n-2 × 180. അതിൻ്റെ 2 മടങ്ങാണ്. 2 × n-2 × 180 ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്താൽ മതി അകത്തോട്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 360 = n-2 × 180 × 2. അപ്പോൾ ഈ ബ്രാക്കറ്റിന് അകത്തുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കാം. 360 180 കൊണ്ട് n-നെയും 2-നെയും ഗുണിക്കുന്നു. 180 n - 2 × 180 360 × 2. അപ്പോൾ ഈ 2 കൊണ്ട് വീണ്ടും അകത്തോട്ട് ഗുണിക്കുക. 360 180 n × 2 എത്ര കിട്ടും? 360 n എന്ന് കിട്ടും. മൈനസ് 360 × 2 720 അല്ലേ? അപ്പോൾ ഇവിടെ ഒരേപോലുള്ളതെല്ലാം ഒരു സ്ഥലത്തോട്ടാക്കിയിട്ട് കൂട്ടണം, അല്ലെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ 720 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ അതങ്ങ് പ്ലസ് ചിഹ്നമാകും അല്ലേ? -720 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ചിഹ്നമാകും. അപ്പോൾ ഇവിടെ എഴുതാം 720 അധികം 360 = 360 n. 720 അധികം 360 എന്ന് പറയുന്നത് എത്രയാണ്? 1080. 1080 എന്ന് പറയുന്നത് 360 n ആണ്. അപ്പോൾ 360 n എന്ന് പറയുന്നത് 1080. രണ്ട് ഒരുപോലെ അല്ലേ എഴുതുന്നത്? അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്നത് 1080 ÷ 360. 0 വെട്ടിപ്പോയി. 2 കൊണ്ട് വെട്ടാം, 18 ആവും. ഇവിടെ 54 ആവും. ഇവിടെ വീണ്ടും 3 കൊണ്ട് വെട്ടാം, 9. 3 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? 6. ഇവിടെ 18. 6 3 18. അപ്പോൾ n = 3. n എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഉണ്ടല്ലോ. എത്ര വശങ്ങളാണ് ഉള്ളത്? 3. ആൻസർ ഓപ്ഷൻ ബി 3.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ 72. 12 വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഇതിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതും ചെയ്യാം. അപ്പം ഇതും സെയിം ഇക്വേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പം അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക അഥവാ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആന്തരകോണുകളുടെ തുക കൊണ്ട് തുക n വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരകോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നേരത്തെ പറഞ്ഞത് തന്നെ n-2 ഗുണം 180. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് വശമാണ്. അപ്പോൾ വശം ഇവിടെ തന്നിട്ടുണ്ട്. വശം എത്ര വശമെന്നാണ് പറഞ്ഞേക്കുന്നത്? 12 അല്ലേ? 12 വശമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയല്ലേ? 12 മൈനസ് 2 ഗുണം 180. 12 മൈനസ് 2 10. 10 ഗുണം 180 എത്ര കിട്ടും? 1800 കിട്ടും. അപ്പോൾ 12 വശങ്ങളുള്ള ആൻസർ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി. അപ്പം 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 1800 ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക. നേരത്തെ ഏതൊരു കണക്കിൽ ഈ ഇക്വേഷൻ വന്നപ്പോൾ ഇത് രണ്ടും പറഞ്ഞിട്ടുള്ളതാണ്. 73. 2, 5, 8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. 2, 5, 8 എന്ന പദത്തിൻ്റെ എത്രാമത്തെ പദത്തിൻ്റെ വർഗ്ഗമാണ് 2500? അപ്പം ഇവിടെ ഒരു പദമുണ്ട്. 2500 റൂട്ടാണ്. റൂട്ട് എത്ര എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 25ൻ്റെ റൂട്ട് 5. ഈ 2 പൂജ്യത്തിൽ നിന്ന് 1 എടുക്കുന്നു 50. അപ്പോൾ ഇവിടുത്തെ പദം 50 ആണ്. ഇതെല്ലാം ഉണ്ട്. ഇനി എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? ഇത് 50 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n = Tn മൈനസ് T1 ഡിവൈഡ് ബൈ d + 1. അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ Tn എന്ന് പറയുന്നത് അവസാന പദം 50 മൈനസ് T1 എന്ന് പറയുന്നത് ആദ്യ പദം 2. പൊതു വ്യത്യാസം എന്ന് പറയുന്നത് 5 മൈനസ് 2 എത്രയാണ്? 3 പ്ലസ് 1. 50 2 കുറച്ചാൽ 48 ഡിവൈഡ് ബൈ 3 അധികം 1 എത്ര കിട്ടും? 3 6 3 18. 16 അധികം 1 16 അധികം 1 എത്ര കിട്ടും? 17. അപ്പം n എന്ന് പറയുന്നത് 17. അപ്പം 50 എന്ന് പറയുന്നത് 17ാമത്തെ പദമാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത് 17. അടുത്ത ക്വസ്റ്റ്യൻ 74. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കൂട്ടുപലിശ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് P × 1 + R/100 raised to n. ഇവിടെ തന്നിരിക്കുന്ന എല്ലായിടത്തും എഴുതാം. P എന്ന് പറയുന്നത് 25,000 ആണ് അല്ലേ? R എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 8%. R എന്ന് പറയുന്നത് 8, n എന്ന് പറയുന്നത് 2 വർഷം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലും ഇട്ട് കൊടുത്താൽ മതി. 25,000 ഗുണം 1 അധികം 6 8 ഡിവൈഡ് ബൈ 100 റേസ് ടു 2. n എന്ന് പറയുന്നത് 2. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 25,000 ഗുണം 1 അധികം 8 ബൈ 100 എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യുന്നത്? 1 അധികം 8 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇത് താഴെ 1 കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഗുണിക്കുക. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. അപ്പോൾ 1 ഗുണം 100 എന്ന് പറയുന്നത് 100 കിട്ടും. ഡിവൈഡ് ബൈ 100 ഗുണം 1 100 അധികം 1 ഗുണം 8 8. അപ്പോൾ 108 ഡിവൈഡ് ബൈ 100 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എഴുതാം 108 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് റേസ് ടു 2 ആയതുകൊണ്ട് ഇവിടെ 2 വട്ടം എഴുതണം. 108 ഡിവൈഡ് ബൈ 100.
പൂജ്യങ്ങളെല്ലാം വെട്ടിക്കളയാം. അപ്പോൾ 25ഉം 10ഉം കൂടെ ചെയ്യാമല്ലോ. 5 കൊണ്ടായി 5 25, 2 5 10. അപ്പോൾ ഈ രണ്ടിനെ ഇത് ചെയ്യാമല്ലോ. 5 4. അപ്പം 5 ഗുണം 108 ഗുണം 54 എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പം എത്ര കിട്ടും നമുക്ക്? ഇതെല്ലാം കൂടെ ഗുണിച്ച് നോക്കുക. ഗുണിക്കുമ്പോൾ ആൻസർ കിട്ടും 29,160 എന്ന് കിട്ടും. അന്നേരം ഈ 29,160-ന് 25,000 അങ്ങ് കുറച്ചാൽ മതി, പലിശ കിട്ടും. 0,614 4,160 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കാം ആൻസർ ഉണ്ടോയെന്ന്. 4,160, ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 75. 2ഉം 2-1 സ്ക്വയർ മൈനസ് 1ഉം 2-1 സ്ക്വയർ എന്താണ്? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങോട്ട് എഴുതാം. 2ഉം 2-1 സ്ക്വയർ മൈനസ് 1ഉം 2-1 സ്ക്വയർ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓർമ്മ വരുന്നില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നല്ലോണം എഴുതട്ടെ. എ മൈനസ് ബി. അപ്പോൾ ഈ ഇക്വേഷൻ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2ഉം 2-1 എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്? 2 ഗുണം 2, ഈ 2 തമ്മിൽ ഗുണിക്കുക. ആ ഗുണിച്ച് കിട്ടുന്നത് ഈ 1 കൊണ്ട് 1നെ കൂട്ടുക. അപ്പോൾ 2 ഗുണം 2 4, 4 1 5. ഈ താഴത്തെ അതുപോലെ എഴുതുക. 2ഉം 4 അധികം 1 5 അല്ലേ? ഇങ്ങനെ കിട്ടും. മൈനസ് ഇവിടെ ആകുമ്പോഴോ 2 ഗുണം 1 2, അധികം 1 ഇവിടെ കൂട്ടുക. അധികം 1 3, 3/2 എന്ന് കിട്ടും. ഈ 2 താഴെ അതുപോലെ തന്നെ എഴുതുക. ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും. ഇതിനെ മാറ്റുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അപ്പുറത്തോട്ട് എഴുതാം. 2/5 ഹോൾ സ്ക്വയർ മൈനസ് 2/3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെയാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പം 2/5 അധികം ബ്രാക്കറ്റ് വേണ്ട, 2/5 അധികം 2/3 ഇൻറ്റു 2/5 മൈനസ് 2/3. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? നമുക്ക് എങ്ങനെ ചെയ്യുന്നത്? കൂട്ടുന്നത് ഇത് രണ്ടും കൂടെ ഗുണിക്കുക. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എത്ര കിട്ടും? 2 ഗുണം 2 4 ആദ്യം എഴുതുക. 2 5 10 അധികം 23 6 ഇൻറ്റു ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 4 കിട്ടും. ഇങ്ങനെ ക്രോസ്. 2 5 10 മൈനസ് 23 6 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ അപ്പുറത്തോട്ട് എഴുതാം. 10 അധികം 6 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 10 മൈനസ് 6 ഡിവൈഡ് ബൈ 4 ഇങ്ങനെ കിട്ടും. 16/4 ഇൻറ്റു 16 കുറച്ച 4/4. അപ്പം ഇവിടെ 4 കിട്ടും, 1 കിട്ടും. അപ്പം 4 ഗുണം 1 എന്ന് പറയുന്നത് 4. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4. അപ്പോൾ ഇവിടെ നോക്കാം ആൻസർ ഉണ്ടോയെന്ന്. ഉണ്ട്. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 76. 1 ഗുണം 2, 2 ഗുണം 3, 3 ഗുണം 4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 1 ഗുണം 2, 2 ഗുണം 3, 3 ഗുണം 4 ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പോൾ ഇങ്ങനെ ഒരു ശ്രേണിയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. അപ്പം ആദ്യത്തെ 10 പദം, അതായത് n 10. അപ്പം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 10 അല്ല n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n ഇൻറ്റു
n+1 ഇൻറ്റു n+2 ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഇങ്ങനെ ഒരു ശ്രേണി വന്നാൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ 15 ആണെങ്കിൽ എന്നിന് പകരം 15 കൊടുക്കുക, 10 പകരം 15 കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി 1ൻ്റെ ക്യൂബ് അധികം 2ൻ്റെ ക്യൂബ് അധികം 10ൻ്റെ ക്യൂബ് ഇതാണ് വരുന്നതെങ്കിലോ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പോൾ 1ൻ്റെ ക്യൂബ് അധികം 2ൻ്റെ ക്യൂബ് അധികം പിന്നെ 10ൻ്റെ ക്യൂബ്. അപ്പോൾ 10 വരെയുള്ള ഇതിൻ്റെ ക്യൂബുകളാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനിയിപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതാണോ ചോദിക്കുന്നതെങ്കിലോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. 1ൻ്റെ സ്ക്വയർ അധികം 2ൻ്റെ സ്ക്വയർ അധികം 10ൻ്റെ സ്ക്വയർ ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 n ഇൻറ്റു ഡിവൈഡ് ബൈ 6 n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6. അപ്പോൾ ഇതാണ് 1ൻ്റെ സ്ക്വയർ അധികം 2ൻ്റെ സ്ക്വയർ അങ്ങനെ വരുമ്പോഴുള്ള അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. n എന്ന് പറയുന്നത് 10. ഇപ്പോൾ 10 വരെയുള്ള ആയതുകൊണ്ടാണ് n 10. 15 ആണെങ്കിൽ n പകരം 15 എന്ന് കൊടുക്കണം. അപ്പോൾ ഈ 3 ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചിലപ്പം ഇതിൽ നിന്ന് വേറെ ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ അധികം 2ൻ്റെ സ്ക്വയർ ഇങ്ങനെയായിരിക്കും ചിലപ്പം ചോദിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നേരത്തെ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലേ. n എന്ന് പറയുന്നത് 10 10 ഇൻറ്റു n+1 10 അധികം 1 11 ഇൻറ്റു 10 അധികം 2 12 ഡിവൈഡ് ബൈ 3 3 12 4 അല്ലേ. 4 ഗുണം 11 44 44 ഗുണം 10 440. ഓക്കെ, ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. 440 ഉണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഒരു ചതുർഭുജത്തിലെ 77 ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നത്? അപ്പം ഒരു ചതുർഭുജത്തിൻ്റെ കോണളവ് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ചതുർഭുജത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് ചതുർഭുജത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ അംശബന്ധം പറഞ്ഞിരിക്കുന്നത് 1:2:3:4 എന്നാണ് അല്ലേ. അപ്പോൾ അംശബന്ധം പറഞ്ഞിരിക്കുന്നത് 1:2:3:4. അപ്പോൾ ചതുർഭുജത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1x അധികം 2x അധികം 3x അധികം 4x എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഈ 4 കോണിൻ്റെ അളവുകൾ കൂട്ടുന്നതാണ് 360. അപ്പോൾ ഇതിന് എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 4 അധികം 3 7 7 അധികം 2 9 9 അധികം 1 10. അപ്പോൾ 10x എന്ന് പറയുന്നത് 360. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 360 ഡിവൈഡ് ബൈ 10 എത്രയാ? 36. അപ്പോൾ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറയുന്നത് 36 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിലോരോന്നിലും ഈ എക്സിൻ്റെ വിലയും ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 1x 2x 3x 4x. അപ്പോൾ ഈ അംശബന്ധം ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് 1 എക്സ് എന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ 1x 2x 3x 4x. അപ്പോൾ അതിനകത്ത് ഈ എക്സിൻ്റെ വില കിട്ടി 36. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ചോദിച്ചിരിക്കുന്നത് വലിയ കോൺ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ അളവ് 4x ആണ്. അപ്പോൾ 4xനകത്ത് ഈ വില ഇട്ട് കൊടുത്താൽ മതിയല്ലോ. എക്സ് എത്ര കിട്ടി? നമുക്ക് 36 എന്ന് കിട്ടി. അപ്പോൾ 36 ഗുണം 4. അപ്പോൾ 4 ഗുണം 36 എത്രയാണ്? 4 ഗുണം 36 4 ഗുണം 36 = 144. അപ്പോൾ ഇതിൻ്റെ ചെറിയ കോണളവാണ് ചോദിച്ചിരുന്നെങ്കിലോ എന്തോ എഴുതും?
ചെറിയ കോണിൻ്റെ അളവാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണല്ലോ ഏറ്റവും ചെറുത് 1x. അപ്പം 1 ഗുണം 36 36. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 144. ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. 144, ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 78. ഓരോ സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? അപ്പോൾ ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലം, അതാണല്ലോ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ, ഇപ്പോൾ ഇവിടെ സംഖ്യയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 60ൻ്റെ കൂടെ 1 കൂട്ടി, അതിൻ്റെ വർഗ്ഗമൂലം ഉണ്ടോ? 61ൻ്റെ വർഗ്ഗമൂലം ഉണ്ടോ? ഇല്ല. 71ൻ്റെ വർഗ്ഗമൂലം ഉണ്ടോ? ഇല്ല. 81ൻ്റെ ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 9. അപ്പോൾ 81ൻ്റെ വർഗ്ഗമൂലം ഉണ്ട്. അപ്പോൾ 9. ഇപ്പോൾ ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗ്ഗമൂലം, അപ്പോൾ 80 + 1 81. അതിൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് √9. പിന്നീട് ആ വർഗ്ഗമൂലത്തിൻ്റെ വർഗ്ഗമൂലം, അപ്പോൾ 9ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 3 ആണല്ലോ. കിട്ടിയല്ലോ. 3 ആയാൽ സംഖ്യ എത്ര? 81 ആണല്ലോ നമ്മൾ വർഗ്ഗമൂലം എടുത്തത്. അപ്പോൾ സംഖ്യ എത്രയാണ്? 80. ആൻസർ ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 79. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? അപ്പോൾ നമുക്ക് ഈ കണക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? വൃത്തസ്തൂപികയുടെ വ്യാപ്തം സ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് 3/1 πr²h അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആരം 2 മടങ്ങും, ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും അല്ലേ? ആരം എന്ന് പറയുന്നത് 2 മടങ്ങാണ് കൂട്ടിയത്, ഉന്നതി എന്ന് പറയുന്നത് 3 മടങ്ങാണ് കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് എഴുതാം നമുക്ക്. 3/1 ഗുണം പൈ ഗുണം 2 ഗുണം 2 ആണല്ലോ കൂട്ടിയത്, 2 ഗുണം r ഹോൾ സ്ക്വയർ. അപ്പോൾ 2 6 2 സ്ക്വയറാണ്. ഗുണം h എന്ന് പറയുന്നത് 3 ആണ്, 3 മടങ്ങാണ് കൂട്ടിയത്. അപ്പോൾ എത്ര കിട്ടും? 3/1 ഗുണം പൈ ഗുണം 4r² ഗുണം 3 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് ഒന്നുകൂടെ എഴുതാം. 3/1 ഗുണം പൈ ഗുണം 4 ഗുണം 4r² ഗുണം h എന്ന് കിട്ടി. h അല്ല, സോറി, 3 അല്ലേ കൂട്ടിയത്, 3 മടങ്ങല്ലേ കൂട്ടിയത്. 3 ഗുണം h, 3h. അപ്പോൾ ഇതിനകത്ത് 4ഉം 3ഉമാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് അല്ലേ? 4ഉം 3ഉമാണ് ഇവിടെ പ്രത്യേകമായിട്ടുള്ളത്. അപ്പം അതിങ്ങോട്ട് എഴുതാം. 3/1 പൈ ഗുണം r² h ഗുണം 4 ഗുണം 3. അതായത് 3/1 പൈ r² h 12. അതായത് നേരത്തെയുള്ള വ്യാപ്തം എത്രയായിരുന്നു? 3/1 പൈ r² h. അതിൻ്റെ കൂടെ ഏതും കൂടെ വന്നുകൂടെ? 12ഉം കൂടെ കൂടി. അപ്പോൾ എത്രയാണ് ഇവിടെ കൂടുന്നത്? ഈ വ്യാപ്തത്തിനകത്ത് എത്രയാണ് കൂടുന്നത്? 12 ആണ് ഇവിടെ കൂടുന്നത്. ഇത് നേരത്തെ ഉള്ള ഒറിജിനൽ വ്യാപ്തം. അതിൻ്റെ കൂടെ നമ്മൾ 4 മടങ്ങും 3 മടങ്ങും 4 മടങ്ങ് ആരവും 3 മടങ്ങ് നീളവും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 12 ആണ് കൂടുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലേ? 12 മടങ്ങ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് നേരത്തെയുള്ള വ്യാപ്തം. നേരത്തെയുള്ള വ്യാപ്തം എത്രയാണ്? 3/1 പൈ r² h. അപ്പം അതിൻ്റെ കൂടെ പിന്നെ 6 4 മടങ്ങ് പിന്നെ 2 മടങ്ങ് കൂട്ടി, 2 മടങ്ങുമ്പോൾ r² ആയതുകൊണ്ട് 4 ആയി. പിന്നെ ഹൈറ്റ് 3 മടങ്ങ് കൂട്ടി, അപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേക്കും 4 ഗുണം 3 12. അപ്പോൾ 12 മടങ്ങാണ് കൂടുന്നത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ 80. ക്വസ്റ്റ്യൻ 80. ചിത്രത്തിൽ ചാപം ACBയുടെ അളവ് 260 ആയാൽ കോൺ ACBയുടെ അളവ് എത്ര? അപ്പോൾ നമുക്കിവിടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചാപം ACB എന്ന് പറയുന്നത് 260 ആണ്. 260 ഡിഗ്രിയാണ്. ടോട്ടൽ എത്രയാണ്? ഒരു വൃത്തത്തിൻ്റെ അളവെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിൽ ACB എന്ന് പറയുന്നത് 260 ആണ്. അപ്പം ഇതെത്രയാണ്? ഈ ചാപം എത്രയായിരിക്കും? APB എന്ന് പറയുന്ന ഈ ചാപം എത്രയായിരിക്കും? 360 മൈനസ് 260. ഇത് ഇത്രയും 260 ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 100. ഇത്രയും 100 ആണ്. ഇവിടുന്ന് ഇത്രയും ഇത്രയും 260 ആണ്. ഇവിടെ ഇത്രയും 100 ആണ്. അപ്പോൾ ഇത് 100 ആവുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 100 ആണെങ്കിൽ ഇതിൻ്റെ പകുതി ആയിരിക്കും ഈ കോണളവ് വരുന്നത്. അപ്പോൾ ഇവിടെ 50 ഡിഗ്രി. കോണ് 50 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇംഗ്ലീഷ് സെക്ഷനാണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ഓപ്ഷൻ സി. ഹാൻഡ് കർച്ചീഫ്സ്. 82. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി? ആൻസർ ഓപ്ഷൻ ഡി. എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. ഒരു ഐഡിയമാണ്. എ ഡോഗ് ഇൻ ദ മാനേജർ പോളിസി, എ മാൻ ഹൂ പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. അടുത്ത 83. സ്പോട്ട് ദ ഇറർ. ആൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് തെറ്റ് വന്നത് നോക്കാം. ഓൾഡോ എന്ന് പറഞ്ഞാൽ എന്നിട്ടും എന്നാണ് അർത്ഥം. ബട്ട് എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയല്ലേ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഏത് പാർട്ടാണ് വേണ്ടാത്തത്? ബട്ട് എന്നുള്ള പാർട്ട് വേണ്ട. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ 84. ഫാസിമൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് ഫാസിമൈൽ മീൻസ് ആൻസർ ഓപ്ഷൻ ബി എക്സാക്ട് കോപ്പി. അടുത്തത് 85. നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ആൻസർ ഓപ്ഷൻ ഡി. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വന്നത്? ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, അതായത് ചോദ്യരൂപത്തിലുള്ള ഒരു സെൻറ്റൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആസ്ക്ഡ്, എൻക്വയർഡ്, ഡിമാൻഡഡ് എന്നിവയാണ് റിപ്പോർട്ടിംഗ് വെർബായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആസ്ക്ഡ് വന്നിട്ടുള്ളത് 2 എണ്ണമാണ് അല്ലേ. ഒന്ന് ബിയും ഡിയും ആണ് വന്നേക്കുന്നത്. പിന്നെന്താണ് പറയുന്നത്? ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് കണക്റ്റീവ് വേർഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് കണക്റ്റീവ് വേർഡായിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇഫ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും ബിയും ഡിയും ശരിയായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഐക്ക് പകരം ഇവിടെ വരേണ്ടത് ഹി ആണ് അല്ലേ. റിപ്പോർട്ടഡ് സ്പീച്ച് വരുമ്പോൾ ഹി ആണ് വരേണ്ടത്. അപ്പോൾ അത് വരുന്നത് ഏതേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വന്നത്. ഇനി അടുത്തത് 86. നൺ ഓഫ് ദ വർക്ക്മാൻ അറൈവ്ഡ്. അത് ടാഗ് ഏതാണ്? ഓപ്ഷൻ സി. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടാഗ് പറഞ്ഞിട്ടുള്ളപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറൈവ്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് വന്നു. നൺ ഓഫ് വർക്ക്മെൻ പ്ലൂറൽ ആയതുകൊണ്ട് ദേ വന്നു. പിന്നെ ഇത് നൺ എന്ന് പറയുന്നത് നെഗറ്റീവാണ് വാക്ക്, അപ്പം ടാഗ് പോസിറ്റീവ് വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ആൻസർ ഓപ്ഷൻ ബി റാറ്റ് അല്ലേ. എലിപ്പനി. എലിപ്പനിക്കാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. എലിപ്പനി പരത്തുന്ന ഏതാണ്? റാറ്റ്. അടുത്ത 88. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. ആൻസർ ഓപ്ഷൻ ഡി. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രോവർബിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. 89. ഹി ഈസ് ബീങ് അക്യൂസ്ഡ്. അക്യൂസ്ഡ് വരുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഓഫ്. ആൻസർ ഓപ്ഷൻ എ. അതും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 90. ദേ ഹാവ് കോൺടാക്റ്റഡ് എവരി വൺ കൺസേൺഡ്. ചേഞ്ച് ദ വോയിസ്. ആൻസർ ഓപ്ഷൻ സി. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോൺടാക്റ്റഡ്.
അപ്പം ഇതെന്തുകൊണ്ടാണ് ഓപ്ഷൻ സി ആൻസറായിട്ട് വന്നത്? ഈ സെൻറ്റൻസ് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റ്. അപ്പോൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവരി വൺ അല്ലേ ഒബ്ജക്റ്റ് എവരി വൺ സിംഗുലർ ആണ്. അപ്പോൾ ഈച്ച്, എവരി വൺ, എവരിബഡി, സംബഡി ഇതൊക്കെ വരുമ്പോൾ സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എവരി വൺ കൺസേൺഡ് കഴിഞ്ഞിട്ട് വരുന്നത് സിംഗുലർ ആകുമ്പോൾ ഏത് വരും? ഹാവിന് പകരം ഹാസ് വരും അല്ലേ? ഹാസിൻ്റെ കൂടെ ബീൻ വരും. ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ് കോണ്ടാക്റ്റഡ്. അപ്പോൾ അതെല്ലാം പിന്നെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി മാത്രം അല്ലേ? വേറെ ഒന്നും വരുന്നില്ലല്ലോ. ഓപ്ഷൻ സി മാത്രമാണ് വരുന്നത് കറക്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്തത് മലയാളം സെക്ഷനാണ്. 91. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. 92. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ. ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 100 വട്ടം വന്നിട്ടുണ്ട്. 100 വട്ടം അതിൻ്റെ പൂജക ബഹുവചനം എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പറയണ്ടല്ലോ, സാമികൾ. ആൻസർ ഓപ്ഷൻ എ, സാമികൾ. 93. വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത്? ആൻസർ ഓപ്ഷൻ എ, വൈദികം. അതും പറഞ്ഞിട്ടുണ്ട്. 94. ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ശാശ്വതം. 95. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായപദങ്ങൾ ഏവ? ഏതാണ്? ഓപ്ഷൻ എ, നിലാവ്, ചന്ദ്രിക, കൗമുദി. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ഇനി അടുത്തത് 96. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, മുഴുവൻ കൊള്ളയടിക്കുക. 97. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ഈ ഭഗവത്ഗീതയാണ് ശരി. 98. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വിൺ അധികം തലം. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, വിൺ അധികം തലം. ആദേശസന്ധിയുടെ ഉദാഹരണം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ചിലപ്പം ഈ ഉദാഹരണങ്ങളായിട്ട് വന്നിരിക്കുന്നതായിരിക്കും അടുത്ത പരീക്ഷയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 99. തലവേദന എന്ന പദത്തിൻ്റെ ശരിയായ ഘടകപദമേത്? ഘടകപദങ്ങൾ ഏത്? ആൻസർ ഓപ്ഷൻ സി, തലയിലെ വേദന. 100. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി, മാലേയം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണക്കും ഇംഗ്ലീഷും മലയാളവും ഒക്കെ വലിയ പാടൊന്നുമില്ലായിരുന്നു അല്ലേ? നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്.